ഹലോ ഗായ്സ്, അപ്പോൾ എന്തുണ്ട് കുറേ അതിന് ആ വീഡിയോ അതല്ല ഷമു മേ ബി അന്ന് ആ ലാസ്റ്റ് ഇട്ട വീഡിയോ തന്നെ ഗായ്സ്. സോ ഇപ്പം നാവുള്ളത് എന്താ വെച്ചാൽ ഹെബ്ബാല് ഹിൽട്ടൺ ഗാർഡൻ സീന് പ്ലേസ് ഉണ്ടെങ്കിൽ സീന് പ്ലേസ് പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. ഇവിടെ എന്താ വെച്ചാൽ എംബസി IT കമ്പനി കുറേ എല്ലാം ഉണ്ടാവും. സോ കഫേ കുറേ ഉണ്ട്, നല്ല മജയുണ്ട്. സ്ട്രീറ്റ് ഒരു ഭ്രാന്തൻ ലുക്ക് ഉണ്ടാകും അല്ലമ്മോ. സോ ഇപ്പം നിൽക്കുന്നത് എന്താ വെച്ചാൽ ഡെയിലി സുഷി. സോ നമുക്ക് ജസ്റ്റ് ബാമു. സോ ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കിയ ഗൈസ് സീൻ ലുക്ക് സീൻ ലുക്ക്. പക്ഷേ ഇവിടെ മോസ്റ്റ്ലി കഫേസ് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആളുണ്ട് ഗൈസ്. എംപ്ലോയീസ് കുറേ ആൾ, പിന്നെ എംബസി ഉണ്ട് ഇവിടെ കുറേ ആൾ. അല്ലായിട്ട് കുറേ മജയുണ്ട് ഇവിടെ. ഇത് സ്ട്രീറ്റ് പോലെയാണ്. ഇപ്പോൾ ഈ എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹെബ്ബാലിന് നമുക്ക് നേരെ വന്നിട്ട് നമ്മളില്ലേ ഹിൽട്ടൺ ഗാർഡനിൽ കാണും. സോ സീൻ ആംബിയൻസ് കഴിച്ചു, അതാണ് സീൻ ആംബിയൻസ് എന്നാണ്. ചമ്മു ഫുൾ റെസ്റ്റ് അല്ല ചമ്മു, ക്ഷീണം പിടിച്ചാ അല്ല. സോ ഗായ്സ്, അപ്പോൾ എന്താ വേണ്ടേ, ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടില്ല. സോ ഞാൻ എന്താ വെച്ചെങ്കിൽ നാട്ടാരെ കൊള്ളിച്ചിട്ട് തന്നെ പറഞ്ഞല്ല, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. അതിനാ ഇപ്പോൾ പേരെടുത്തിട്ട് പറയുന്നല്ല. സോ മോസ്റ്റ്ലി ഇതാണ് സിറ്റുവേഷൻ. എന്താ വെച്ചെങ്കിൽ കുറ്റം പറയാണ്ടിരിക്കുക ഗൈസ്, അതാണ് കയ്യിൽ നിന്ന് എത്ര കുറ്റം പറയാണ്ടിരിക്കാം. എന്ത് കിട്ടാനില്ല നിങ്ങൾക്ക് എന്ത് കിട്ടാനില്ല. ഓരോ ലൈഫ് ഓരോ നോക്കിയിട്ട് ഇപ്പോൾ പോകുന്നതല്ല. ഓക്കെ, ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും സംതിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നാട്ടുകാരെ വേണം, അത് കാര്യം, അത് ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. ഇതിപ്പോൾ വേറെ സ്ഥലത്തുള്ള ഞാൻ വേറെയിലില്ല, അതെല്ലാം ചിന്തിക്കേണ്ട ആവശ്യമില്ലേ ഇല്ല, മനസ്സിലാവും. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ എന്ത് വേണ്ട, നല്ല ചെയ്താൽ നല്ല കിട്ടും. നമ്മളെ തിങ്ക് മാറ്റണ്ട കഴിച്ചു. എന്താ വെച്ചെങ്കിൽ പണ്ടത്തെ നമ്മൾ ആ ഒരു മൈൻഡ് എടുക്കണ്ടേ വേണ്ട കഴിച്ചു. കാരണം ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ കാലം മാറി, പിന്നെ എല്ലാം സിറ്റുവേഷനേ മാറി. സോ അപ്പം അതിൻ്റെ രീതിയിൽ നിൽക്കുക. എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവും. പറഞ്ഞാൽ ഇങ്ങനെ ആളെ കുറ്റം പറഞ്ഞിട്ട് ആൾക്കാരെ പറഞ്ഞ ആൾക്കാരെ പ്രാക്ക് കെട്ടി നിൽക്കുന്നതിന് പറഞ്ഞാൽ എന്ത് ഗുണമില്ല, മനസ്സിലാവും. സോ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടില്ല ഗൈസ്. സോ ഷമ്മു, എനിക്ക് നമ്മൾ ലാസ്റ്റ് വീഡിയോനെ കുറിച്ച് എന്ത് പറയാനുള്ള കൊണ്ടിട്ടുണ്ടാവും, അത് പറയാല്ല. പക്ഷെ നമ്മൾ കുറ്റം പറയുന്നല്ല, നാട്ടുകാരല്ല കുടുംബക്കാരല്ല, കഴിഞ്ഞ എത്ര ഓരോരോ കാര്യം നോക്കി നിൽക്കാം. ഇത് ഞങ്ങൾക്ക് ഈ ഒരു പറയുന്ന അല്ലല്ല, ഈ പറയുന്ന ആൾക്കാർ വിചാരം ഞങ്ങൾക്ക് എന്തോ ഡെയിലി 500 രൂപ ഇന്ന മോനെ തരുന്ന കണക്ക് കഥയാണ്. ഞങ്ങൾക്ക് 1 രൂപ തരുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പോകുന്നുണ്ട്, എന്താവശ്യമുള്ള ഇടപെടേണ്ട ഒരാവശ്യമില്ല, ഇടപെടാണ്ട് നിൽക്കുക പറഞ്ഞാ അത്ര തന്നെ. അത് പ്ലസ് പോയിന്റ്. സോ ഫൈനലി എന്താ വെച്ചാൽ ഇവിടെ ക്യാബിൻ ക്രൂ ഇല്ല, മോസ്റ്റ്ലി സ്റ്റേ അടിക്കുന്നല്ലോ ഇവിടെ അല്ലേ, ഹിൽട്ടൺ അല്ല, എക്സ്പ്രസിൻ്റെ എല്ലാം ഇന്റർനാഷണൽ ഉണ്ടാകാം. ഇന്റർനാഷണൽ സ്റ്റേ ഇവിടെ ഉണ്ടാകാം. സോറി ഞങ്ങൾക്കറിയാം. ഇവിടെ മോസ്റ്റ്ലി എന്താ വെച്ചെങ്കിൽ കമ്പനീസ് ഉണ്ട്, എംബസി സംതിങ് കുറേ കമ്പനി ഉണ്ട്. സോ മോസ്റ്റ്ലി സ്റ്റാഫാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട്സായിട്ടെല്ലാം വന്നിട്ട് ഈവനിങ് സ്പോട്ട് വരണം, ഭയങ്കര സ്പോട്ട്. പിന്നെ ഫുഡാണെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. പിന്നെ കുറേ ഔട്ട്ലെറ്റ് ഉണ്ട് ഗൈസ്. ഇപ്പം അങ്ങനെ ഇവിടുന്ന് പോവാണ് ഗൈസ്. പോവാൻ നീ പറഞ്ഞിട്ട് പോവാം. തോമസ് ബേക്കറിയാണ് നെക്സ്റ്റ്. തോമസ് ബേക്കറി